നിങ്ങൾ വിചാരിക്കും ഇയാൾ എന്താണ് ഈ കടലിലേക്ക് വലിച്ചെറിയുന്നത് എന്ന്. കാരണം പ്ലാസ്റ്റിക് ആണല്ലോ വലിച്ചെറിയുന്നത്. പക്ഷെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസയിലേക്ക് എത്തണം എന്നും ആഗ്രഹിച്ചുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തുകൊണ്ട് കുപ്പികളിലാക്കി ധാന്യവും ഭക്ഷണ സാധനവും ഈജിപ്തിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഒരു വീഡിയോ. ആ പുള്ളിക്കാരൻ ദുആ ചെയ്യുന്നത് മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹുവെ നീ കടൽ പിളർത്തി കൊടുത്തിട്ടുണ്ട്, വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണ സാധനം നീ ഗാസയിലേക്ക് എത്തിക്കണേ എന്നുള്ളതാണ്. അപ്പൊ ഇവർക്ക് ആ ഒരു വിശ്വാസമുണ്ട്, ഇതെന്തായാലും എത്തും എന്നുള്ള ആ ഒരു ശുഭവിശ്വാസത്തിലാണ് ഇവരത് എറിയുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കും എന്താ പറയാ, ഇവരെന്ത് പ്രഹസനാണ് ഈ കാണിക്കുന്നത്, ഇത് പിന്നെ ട്രക്കുകളിലാക്കി അയച്ചു കൊടുത്താൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ട്രക്കുകളിലൊക്കെ പോകുന്ന സാധനങ്ങൾ ഒന്നുകിൽ സയണിസ്റ്റുകൾ തടഞ്ഞ് ആക്രമിക്കും, അല്ലെങ്കിൽ ഇസ്രായേലികൾ അത് തടഞ്ഞു വെക്കും. ഇതെല്ലാം കെട്ടിക്കിടക്കുന്ന ട്രക്കുകളാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ വീഡിയോ കാണാം. ഇത് ഗാസയിൽ നിന്നുള്ള വീഡിയോ ആണ് പിന്നീടുള്ളത്. ഇത് ഒരാളും എനിക്ക് തോന്നുന്നു അയാളുടെ മകനാണെന്ന് തോന്നുന്നു. അപ്പൊ അവര് കുപ്പി കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അതവിടെ എത്തി എന്നുള്ളതാണ്. അള്ളാഹു അയാളുടെ ദുആ സ്വീകരിച്ചു. അപ്പൊ അവരുടെ ഒരു സന്തോഷം നിങ്ങൾ കാണുക. അതിൽ ആ കുപ്പിയിലാകെ കാഭാഗം ധാന്യം ഇടാൻ പറ്റുള്ളൂ, കാരണം കുപ്പി മുങ്ങിപ്പോവും. അപ്പൊ അത്രയും കിട്ടുമ്പോഴത്തേക്കാണ് അവരുടെ ആ ഒരു സന്തോഷം ആലോചിച്ചു. അപ്പൊ അവരുടെ വിശപ്പിന്റെ ഒരു കാഠിന്യം ആലോചിച്ചു. പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുണ്ടാവും. പക്ഷെ നമ്മൾ മാനസികമായിട്ടെങ്കിലും ഇവരോട് ഐക്യദാർഢ്യപ്പെടുക. ഒന്നിക്കുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ സാധനങ്ങൾ ബോയ്ക്കോട്ടെങ്കിലും ചെയ്യുക. ഇസ്രായേലിന്റെ എന്ന് വെച്ചാൽ അമേരിക്കൻ സപ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുക. അപ്പൊ അയാൾ ആ കുപ്പി തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ കുപ്പിയുടെ മോടിക്കുള്ളിലും അവർ ടാപ്പിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു വെള്ളം കയറാതിരിക്കാനുള്ള ഒരു രീതിയിൽ അവർ സെറ്റ് ചെയ്തതാണ്. അങ്ങനെ അയാൾ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു അരക്കുപ്പി ധാന്യത്തിന് പോലുമുള്ള വാല്യൂ നിങ്ങൾ നോക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരിക്കലും നമ്മുടെ മക്കളായാലും നമ്മളായാലും ഒരിക്കലും ഭക്ഷണം പാഴാക്കരുത്. ഒരു കല്യാണ വീട്ടിലായാലും എവിടെയായാലും ഒരു വറ്റുമണി പോലും അനാവശ്യമായിട്ട് നമ്മൾ വാങ്ങിക്കരുത്. അത് പാഴാക്കരുത്. അത് നിലത്ത് വീണാൽ പോലും അത് പെറുക്കിയെടുത്ത് കഴിക്കണം. കാരണം ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്ന അതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ആൾക്കാർ മരണപ്പെടുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഭക്ഷണം കിട്ടാതെ മരിച്ചു പോയത് 113 ആൾക്കാരാണ് ഇതുവരെ മരണപ്പെട്ടത്. അത് പിഞ്ചു കുട്ടികൾ. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ഇതെങ്കിലും ചെയ്യുമെന്ന് ഞാൻ ഉൾപ്പെടെ എന്നോട് കൂടെയുള്ള ഒരു ഉപദേശമാണ്. ഭക്ഷണം പാഴാക്കാതെങ്കിലും ഇരിക്കുക. നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ കുപ്പിയിലൊന്നും എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഡൊണേഷൻ ചെയ്യുക, ദുആ ചെയ്യുക, ഭക്ഷണം പാഴാക്കാതിരിക്കുക, ഇവരോട് ഐക്യദാർഢ്യപ്പെടുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്നാൽ ശരി, മാസ്സലാം.